നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്നാലെയാണ് രാജി. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ ചർച്ച സജീവം. വിധി പുനഃപരിശോധിക്കണമെന്ന് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ. കോടതി വിധി നടപ്പിലാക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി. വെടിക്കെട്ട് നടത്തിപ്പ് ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണമെന്ന് കമ്മീഷണർ ഹൈക്കോടതിയിൽ. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരക ലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജ്വൽ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ. ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് RTOയ്ക്ക് കളക്ടറുടെ നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും സമരം കൂടുതൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് രാജി. സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. എന്നാൽ പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു BJPയുടെ ആദ്യ നിലപാട്. പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാരും വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹി സമരക്കാരെ കൊണ്ട് നിറയുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതോടെയാണ് കേന്ദ്ര സർക്കാർ വഴങ്ങിയത്. അതേസമയം പ്രഹ്ലാദ് ജോഷി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേൽക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന 3 മാസം പ്രായമുള്ള കൂട്ടായ്മയ്ക്ക് മുന്നിലാണ് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയത്. രാജ്യത്തെ പ്രതിപക്ഷവും അവസരത്തിലൊത്ത് ഉയർന്നതോടെ മൂന്നാം മോദി സർക്കാരിന് കനത്ത ആഘാതമേൽപ്പിക്കാൻ കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പാർട്ടികളോട് ഉപമിച്ചെന്ന ഒരു പ്രചരണത്തിന് പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിറവി. സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്നുകയറിയ പാർട്ടികൾക്ക് കരുത്തു പകർന്നത് അഭിജിത് ദീപ്കെ എന്ന നേതാവ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധാഗ്നിയെ ഊതിപ്പിടിപ്പിച്ചപ്പോൾ CJP തെരുവിലിറങ്ങി. പരീക്ഷാ ക്രമക്കേടിൽ നിരാശയിലായ ചില വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കുകൂടി ചെയ്തതോടെ രാജ്യമെങ്ങും പ്രതിഷേധ തീയാളി. ഡൽഹി ജന്തർ മന്ദിറിൽ സമരവേലിയേറ്റങ്ങൾ അലയടിച്ചു. പൌരാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സമരത്തോടെ പ്രക്ഷോഭം വഴിത്തിരിവിലെത്തി. ആദ്യം കോൺഗ്രസ് മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ MP-മാരെ കൂട്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സമരവുമായി എത്തിയതോടെ കേന്ദ്ര സർക്കാർ ഞെട്ടി. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ചോര പൊടിഞ്ഞതോടെ പാർലമെന്റിനകത്തും പുറത്തും സമരത്തീയാളി. പാർട്ടികളുടെ സമരത്തിലേക്ക് വിദ്യാർത്ഥികളും യുവജനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളുമൊക്കെ ഒഴുകി. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. എന്നാൽ അതൊന്നും രംഗം തണുപ്പിച്ചില്ല. ഒടുവിൽ 35 ദിവസങ്ങൾക്ക് ശേഷം ധർമ്മേന്ദ്ര പ്രധാന്റെ പടിയിറക്കത്തോടെ വിജയത്തിന്റെ കൊടിക്കൂറ ഉയർത്തിയിരിക്കുകയാണ് CJPയും രാജ്യത്തെ പ്രതിപക്ഷവും. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ ചർച്ച സജീവം. വിധി പുനഃപരിശോധിക്കണമെന്ന് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ. കോടതി വിധി നടപ്പിലാക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി. കോടതി വിധി സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കോടതി വിധി സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം യോഗത്തെ അറിയിച്ചു. തുടർന്നാണ് ഇക്കാര്യത്തിലുള്ള വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ അഭിപ്രായങ്ങൾ തേടിയത്. നഗരത്തിന്റെ അലങ്കാരമായ മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തിയതിലൂടെ പൊതുയിടത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ് വിധിയെന്നും ഇതിനെ മറികടക്കാൻ ദേവസ്വം ബോർഡിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ പറഞ്ഞു. മറ്റ് എല്ലാത്തിനും അംഗീകാരം കിട്ടിയാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുക്കാൻ പാടില്ല എന്ന വിധി പൊതു ഇടത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. വിധിയിൽ പുനഃപരിശോധന വേണമെന്നും പരമ്പരാഗതമായി നിലനിന്നത് തന്നെ തുടരണമെന്ന പൊതു ആവശ്യമാണ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EN സതീശൻ അറിയിച്ചത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തേക്കിൻകാട് മൈതാനമാണ്
തേക്കിൻകാട് മൈതാനം എല്ലാ ജനങ്ങളും എല്ലാ കാലത്തും എല്ലാ ആവശ്യങ്ങൾക്കും ജാതിമത ഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ ഉപയോഗിച്ചു വന്നിരുന്നതാണ്. അവിടെ ഒരു നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റപ്പെടുത്തുന്ന ഹൈക്കോടതി വിധി വിവേചനപരമാണെന്ന് DCC ജനറൽ സെക്രട്ടറി KB ജയറാം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ കക്ഷികളെ ഒറ്റപ്പെടുത്തി ഒരു വിധി പുറപ്പെടുവിച്ച തോന്നലാണ് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് വിവേചനപരമായ ഒരു നടപടിയായിട്ട് മാത്രമേ എല്ലാവർക്കും കാണുവാൻ കഴിയൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് അതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ക്ഷേത്ര ആചാരങ്ങൾക്ക് തടസ്സമില്ലാതെയും കൃത്യമായ നിബന്ധനകളോടെയാണ് നിലവിൽ ദേവസ്വം ബോർഡ് മൈതാനം അനുവദിച്ചു പോരുന്നത്. അതിനെ ആ നിലയിൽ തന്നെ നിലനിർത്തി പോകണമെന്ന വാദമാണ് കൂടുതലായും യോഗത്തിൽ ഉയർന്നത്. തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിന്റെ മൊത്തം ഒരു ഇടമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇടം സംരക്ഷിക്കുന്നതിന് മേൽക്കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ നടപടികൾ എന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന്റെ എല്ലാവിധ പിന്തുണയും. അതേസമയം വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്ത കേരള ക്ഷേത്ര സംരക്ഷണ സമിതി നിർദ്ദേശം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു. വിവാദത്തിൽ കിടക്കുന്ന ഭൂമിയെല്ലാം യഥാവിധി തിരിച്ചെടുത്ത് ദേവന്റെ പൂർണ്ണ അധികാരത്തിൽ വരേണ്ടതാകുന്നു. പ്രത്യേകിച്ചും മതിലിന് പുറത്തായി പ്രധാനമായ നഗരവീഥി വരെ വ്യാപിച്ചു കിടക്കുന്ന മൈതാനം വളരെ പരിപാലനമായി സംരക്ഷിക്കേണ്ടതാകുന്നു. തികച്ചും ക്ഷേത്രോചിതമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ പ്രദേശം വിനിയോഗിക്കാവൂ. എന്നാൽ വിധിക്കെതിരെ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു. ബോർഡംഗങ്ങൾ മുൻ MLA P ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. TCV തൃശൂർ. വെടിക്കെട്ട് നടത്തിപ്പിന്റെ ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ തുടർ നടപടികൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണം എന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത്. പടക്ക നിർമ്മാണശാലകൾക്ക് ലൈസൻസ് നൽകാനും പുതുക്കാനും പോലീസ്, ജില്ലാ ഭരണകൂടം, അഗ്നിസുരക്ഷ, പെസോ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവരുടെ സംയുക്ത പരിശോധന നിർബന്ധമാക്കണമെന്നാണ് ശുപാർശ. പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ വെടിക്കെട്ട് ശാലകളിലേക്ക് പ്രവേശനം നൽകാവൂ. വൻകിട വെടിക്കെട്ടുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് സ്ഥലം പരിശോധിച്ച് ജനക്കൂട്ടം, വീട്, ആശുപത്രി, സ്കൂൾ, ഇന്ധന പമ്പുകൾ എന്നിവയുടെ അകലം ഉൾപ്പെടെ വിലയിരുത്തണം. വെടിക്കെട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനവും സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കണം. ജോലിഭാരം കുറയ്ക്കാൻ പ്രവൃത്തി സമയത്തിൽ നിയന്ത്രണം വേണം. ഉത്സവ സീസണുകളിൽ അനധികൃത നിർമ്മാണവും സംഭരണവും കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ നടത്തണം. നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കണമെന്നാണ് മറ്റൊരു ശുപാർശ. ഉത്സവ കമ്മിറ്റികളുടെ ഉത്തരവാദിത്വങ്ങൾ സംബന്ധിച്ചും റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങളുണ്ട്. അമിത അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ ആവശ്യപ്പെട്ടാൽ കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുക്കണം. അപകടം സംഭവിച്ച് മരണമുണ്ടായാൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് ക്രിമിനൽ കേസെടുക്കണം. വെടിക്കെട്ട് നിർമ്മാണശാലകളിലേക്കുള്ള വഴികൾ വലിയ അഗ്നിശമന വാഹനങ്ങൾക്ക് കടന്നുചെല്ലാൻ പാകത്തിൽ വീതിയുള്ളതായിരിക്കണം. വെടിക്കെട്ട് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. അറിഞ്ഞു, ടുലിപ്സ് സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover Lavraiko there, the Crème de la Fraîcheur. French Diary Ice Creams, a taste factory. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരക ലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. ലഹരി വിൽപ്പന പ്രോട്ടീൻ പൌഡർ വിപണന കടയുടെ മറവിൽ. തൃശൂരിൽ പ്രോട്ടീൻ പൗഡർ വിൽക്കുന്ന സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സംഭവത്തിലാണ് 2 പേർ പിടിയിലായിട്ടുള്ളത്. തൃശൂരിൽ നിന്ന് അയ്യന്തലിലേക്ക് പോകുമ്പോഴുള്ള റോഡിനരികിലുള്ള സ്ഥാപനമാണ് പ്രോട്ടീൻ മാൾ. ഈ പ്രോട്ടീൻ മാൾ സ്ഥാപന ഉടമ ജിം ഉടമയും ഫിറ്റ്നസ് ട്രെയിനറുമായ വിഷ്ണു, അതുപോലെ തന്നെ അസമുകാരനായ പ്രജ്വൽ. ഈ പ്രജ്വൽ കൊലക്കേസ് പ്രതി കൂടിയാണ്. ഈ വിഷ്ണു നെടുപുഴ സ്വദേശിയാണ്. ഈ 2 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കിഴക്കേക്കോട്ടയിലെ ഒരു കൊറിയർ സ്ഥാപനത്തിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയത് 1/2 കിലോയ്ക്കടുത്ത് ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ MDMA വകഭേദമുള്ള രാസഗുളികയുമായിരുന്നു പോലീസ് പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ വിവരം ലഭിച്ചപ്പോൾ പോലീസ് ഈ കൊറിയർ സ്ഥാപനത്തിൽ, കിഴക്കേക്കോട്ടയിലെ കൊറിയർ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. തുണിത്തരങ്ങൾ വിൽക്കുന്നതിന്റെ മറവിലാണ്, തുണിത്തരങ്ങൾ അയക്കുന്നു എന്നതിന്റെ പേരിൽ വെസ്റ്റേൺ ടെക്സ്റ്റൈൽസ് എന്ന ഫ്രം അഡ്രസ്സിലാണ് ഇവിടെ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിരുന്നത്. 3 പാക്കറ്റുകളാണ് പിടികൂടിയത്. ഏറ്റവും ഒടുവിൽ പിടികൂടിയത് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന ഒരു പൊതിയാണ്. ഇത് തുറന്ന് പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഈ 1/2 കിലോ ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ ഈ ഗുളികകളും പോലീസിനെ കണ്ടെത്താനായത്. ഈ വിഷ്ണു നേരത്തെ 4 തവണ ഇതുപോലെ ലഹരി വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ പ്രതിയായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ പ്രോട്ടീൻ മാൾ തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോളിലേക്കുള്ള വഴിയിൽ, തൃശ്ശൂരിൽ നിന്ന് അയ്യന്തോളിലേക്കുള്ള പാതയിലുള്ള വിശാലമായ ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഇതിന് പിറകുവശത്തും സ്ഥലമുണ്ട്. ഇവിടെ നിന്നാണ് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുറി തന്നെയാണ്. ഇതിന്റെ പിറകിലാണ് ഈ കൊറിയർ അയച്ചിരുന്നത്. ഇവിടെ വെച്ച് കൊറിയർ പാക്ക് ചെയ്ത് അയക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തേക്ക്, അത് വിദ്യാർത്ഥികൾക്കാണ്, ഹോസ്റ്റലിലേക്കാണ് അയച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായുള്ളതാണ്. ഇവിടെ നിന്ന് കൊറിയർ അയക്കുമ്പോൾ ഈ കൊറിയർ അയക്കുന്ന ഭാഗത്ത് ഇവിടെ സ്പ്രേ ബോട്ടിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഹൈബ്രിഡ് കഞ്ചാവാണ്. പ്രത്യേകിച്ച് കണ്ടെത്താതിരിക്കാനാവണം, അല്ലെങ്കിൽ ഗന്ധം കിട്ടാതിരിക്കാനാവണം ഈ സ്പ്രേ ചെയ്ത് അയക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഗ്രീഷ്മ, അതുപോലെ തന്നെ വരുൺ തുടങ്ങിയവരെല്ലാം വിഷ്ണുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾ പിടിയിലായിട്ടുള്ളത് അസം സ്വദേശി പ്രജ്വലാണ്. പ്രജ്വലിനെയും ചോദ്യം ചെയ്യുന്നു. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പോലീസിന്റെ പരിശോധന ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറെ കേസുകളാണ് പിടികൂടുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലേക്ക് രാസലഹരി വസ്തുക്കൾ, കഞ്ചാവും അതുപോലെ തന്നെ രാസഗുളികകളും എല്ലാം കടത്തുന്നതിൽ പോലീസ് അതീവ ജാഗ്രതയോടെ പരിശോധന നടത്തുകയും ഇപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ 2 പേർ പിടിയിലായിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ എവിടേക്കെല്ലാം അയക്കുന്നു, ഏതെല്ലാം വിദ്യാർത്ഥികൾക്കാണ് എത്തിക്കുന്നത്, ഏതെല്ലാം ഹോസ്റ്റലുകളിലേക്കാണ് അയക്കുന്നത് എന്നുള്ളതെല്ലാം പോലീസിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രോട്ടീൻ പൌഡർ വിൽപ്പനയുടെ മറവിൽ മാരക ലഹരി വിൽപ്പന തകൃതിയായിട്ടും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് BJP കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് സി മേനോൻ ആരോപിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സമഗ്ര അന്വേഷണം നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. RTOയ്ക്കാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടർ നിർദ്ദേശം നൽകിയത്. കുട്ടികളെ കയറ്റാത്ത ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ ഇടപെടൽ. ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്ത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കല്ലുകൾ നിലകൊള്ളുന്ന സ്ഥലത്ത് പരിശോധന നടത്താൻ ജിയോളജിസ്റ്റിന് കളക്ടർ നിർദ്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. ഇതോടെ മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. നഗരത്തിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാമറയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇത് നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നിലവിൽ പോലീസിന് ആശ്രയം സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറകളാണ്. ഇതിനായി സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങിയ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഗതികേടിലാണ് പോലീസ്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ക്യാമറകളെല്ലാം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദ് പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അടുത്ത കാലത്ത് 2 കൊലപാതകങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. ഇതുകൂടാതെ നിരവധി മോഷണങ്ങളും അടിപിടികളും വേറെയുമുണ്ട്. കൊലപാതക കേസുകളിൽ മരിച്ചവരും പ്രതികളും തെരുവിൽ കഴിഞ്ഞവരാണ്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ ഗുരുവായൂരിലെത്തി താവളമാക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. സുരക്ഷാ ക്യാമറകൾ പുനഃസ്ഥാപിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താൻ എളുപ്പമാണ്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാക്കാൻ നഗരസഭ, ദേവസ്വം, സർക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ഓസ്ട്രേലിയയിൽ വാഹനാപകടത്തിൽ മലയാളി നഴ്സ് മരിച്ചു. ചാലക്കുടി മുരിങ്ങൂർ സ്വദേശി കുറുമ്പലായിക്കാരൻ ശരത്തിന്റെ ഭാര്യ 30 വയസ്സുള്ള ആൻമേരി ജോയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ശരത്ത് ഓടിച്ചിരുന്ന കാറിൽ ട്രാഫിക് തെറ്റിച്ചെത്തിയ ലാൻഡ് ക്രൂയിസർ ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഭക്തർക്ക് ഇനി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട. സൌകര്യപ്രദമായ സ്പോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സേവനം ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടപ്പിലാക്കുന്നത്. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനായി ബുക്ക് ചെയ്യേണ്ടത്. ബുക്കിംഗ് നടത്തിയതിന്റെ പകർപ്പ് ഡൗൺലോഡ് ചെയ്തതും ആധാർ കാർഡുമായി ക്ഷേത്രനടയിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കാണിക്കണം. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ചെയ്തവർക്ക് പ്രത്യേക വരി സംവിധാനം ഉണ്ടായിരിക്കും. രാവിലെ 7 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തവർക്ക് ദർശന സമയം അനുവദിച്ചിരിക്കുന്നത്. ഓരോ മണിക്കൂറിലും 300 പേർക്കാണ് ദർശനം. ഓരോ സ്ലോട്ടിലും 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. ഈ സേവനം വഴി ദിവസവും 2400 പേർക്ക് ദർശനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV ഗുരുവായൂർ. നെഹ്റു ട്രോഫി ജലമേളയുടെ നടത്തിപ്പ് കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി തൃശൂരിലെ ഇവന്റ്സ് കമ്പനിയായ ഓസ്കാർ. വിവാദം അടിസ്ഥാനരഹിതമാണെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഓസ്കാർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നടത്തിപ്പിനായി തങ്ങളടക്കം 2 കമ്പനികളെയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ മറുവിഭാഗം അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് കളക്ടർ അവരെ ഒഴിവാക്കി. ഇതിനുശേഷമാണ് കമ്പനിക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ ആരംഭിച്ചതെന്ന് ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷ് പറഞ്ഞു. ഫൈനലൈസ് ചെയ്തിട്ടുള്ള 2 കമ്പനീനെയാണ് അവര് പ്രസന്റേഷന് വേണ്ടി വിളിച്ചത്. അതിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവർ തർക്കം ഉന്നയിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരെ കളക്ടർ പിടിച്ച് പുറത്താക്കി. പിന്നെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ അനധികൃതമായി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെലുത്തി ഇതിലേക്ക് വരുന്നു, അത് ഇതുപോലെ കരിമ്പട്ടികയിൽ പെട്ടിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോഴും ആവശ്യമില്ലാതെ തർക്കം ഉണ്ടാക്കുന്നത്. നമ്മളെ പോലത്തെ ഒരു കമ്പനി ഇനി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ ഇവന്റ് ചെയ്യരുത് എന്നുള്ള ഇന്റൻഷനിലാവും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായത് തങ്ങളുടെ പിഴവ് മൂലമല്ല. ഈ കേസ് കോടതി ശരിവെക്കുകയും വിഷയത്തിൽ സ്റ്റേ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവം നടന്ന് ഹൈക്കോടതി നമുക്ക് ആ കേസിന് സ്റ്റേ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഒരു പരിപാടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഉമാ മാം വീഴുന്നത് സ്റ്റേജിന്റെ ബലക്കുറവ് കൊണ്ടോ സ്റ്റേജുമേ തട്ടിയിട്ടുള്ള എന്തെങ്കിലും തട്ടിന്റെ ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്തിട്ടുമല്ല. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അവരുടെ ബാലൻസ് തെറ്റി വീഴുകയാണ്. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തയിലേക്ക്. വാഹനത്തിൽ കടത്തുകയായിരുന്ന കാട്ടുപന്നിയുമായി 2 പേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. മുപ്ലിയം സ്വദേശികളായ സന്തോഷ്, ഹരിദാസ് എന്നിവരാണ് പിടിയിലായത്. ബൈക്ക് യാത്രികൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി ASI ജിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരുത്തിപ്രയിൽ വെച്ച് വാഹനത്തിന് കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയി. പിന്നീട് ഓട്ടുപാറ മാരാത്തുകുന്ന് റോഡിന് സമീപത്തുനിന്ന് പിടികൂടുകയായിരുന്നു. 200 കിലോയിലധികം തൂക്കം വരുന്ന കാട്ടുപന്നിയാണ് വാഹനത്തിലുണ്ടായിരുന്നത്.
ഇന്ത്യൻ യുവതയുടെ സമരപ്പോരാട്ടത്തിനൊടുവിലുണ്ടായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും വിജയാഹ്ലാദ സദസ്സും സംഘടിപ്പിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ ഡിസിസി, കെപിസിസി ഭാരവാഹികളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിനു മുമ്പിൽ നടന്ന വിജയാഹ്ലാദ സദസ്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, കെ.വി. ദാസൻ, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ, കെപിസിസി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, സി.ഒ. ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ മതേതര ചരിത്ര പാരമ്പര്യം സംരക്ഷിക്കാൻ ഓരോ പൌരനും മുന്നോട്ട് വരണമെന്ന് കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു. ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന്റെ വിജയാഹ്ലാദ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ വൈവിധ്യങ്ങളും മതേതര ജനാധിപത്യ മൂല്യങ്ങളും തകർക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തിന്റെ സഹായത്തോടെ ശ്രമിക്കുകയാണെന്നും മുരുകൻ കാട്ടാക്കട കുറ്റപ്പെടുത്തി. കൊടുങ്ങല്ലൂർ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇ.വി. രമേശൻ അധ്യക്ഷത വഹിച്ചു. ടി.എ. ഇക്ബാൽ, ഇ.എസ്. സാബു, വേണു വെണ്ണറ, വി. മനോജ്, സുധീർ ഗോപിനാഥ്, ഇ.കെ. സോമൻ മാസ്റ്റർ, എം.ആർ. സുനിൽ ദത്ത്, ടി.എസ്. സിറാജ്, നിജു ഇസ്മയിൽ, എൻ.ബി. അജിതൻ, അഡ്വക്കേറ്റ് എം. ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എഐഎസ്എഫ്, എഐവൈഎഫ് സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ മധുര വിതരണവും വിജയാഘോഷവും സംഘടിപ്പിച്ചു. എഐഎസ്എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, എഐഎസ്എഫ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. അഭിറാം എന്നിവർ വിജയാഘോഷത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മോഷ്ടിച്ച കേസിൽ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശി കമറൂളാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 3 ആയി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോതപ്പറമ്പ് VVUP സ്കൂളിൽ സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ട് പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. ഏകദേശം 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. കേസിൽ 1-ാം പ്രതി അസം സ്വദേശി താജുദ്ദീൻ, 2-ാം പ്രതി ഇക്രമുൾ ഇസ്ലാം എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ SI നസിയ എം ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ തേങ്ങ പറിക്കുന്നതിനിടെ തെങ്ങിൽ കുടുങ്ങിയയാൾക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി. 45 അടി ഉയരമുള്ള തെങ്ങിൽ കുടുങ്ങിയ കരയാമ്പാടം സ്വദേശി സുമേഷിനെയാണ് പുതുക്കാട് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ താഴെ ഇറക്കിയത്. പള്ളിക്കുന്ന് നിലാപ്പറമ്പിൽ പൌലോസിന്റെ പറമ്പിൽ യന്ത്രം ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നതിനിടെ ഷുഗർ കുറഞ്ഞതിനെ തുടർന്ന് സുമേഷ് ബോധരഹിതനാവുകയായിരുന്നു. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. തേങ്ങ പറിക്കുന്ന യന്ത്രത്തിൽ തളർന്നുകിടന്ന സുമേഷിനെ ബോഡി ഹാൻഡ്സിൽ ഇരുത്തി കയർ കെട്ടി ഇറക്കുകയായിരുന്നു. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ TH വിഷ്ണു, VS ശ്രീജിത്ത് എന്നിവർ തെങ്ങിൽ കയറിയാണ് സുരേഷിനെ താഴെയിറക്കിയത്. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷന്റെ ജില്ലാ സംഗമവും അവാർഡ് മീറ്റും തൃശൂരിൽ നടന്നു. ശക്തൻ നഗർ MIC ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KR നസീബുല്ല അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ NK അലി സാഹിബ്, പ്രൊഫസർ AM റഷീദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി MA ദിൽഷാദ്, സീനിയർ വൈസ് പ്രസിഡന്റ് ഫാറൂഖ്, എഞ്ചിനീയർ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിഫ് ഖാൻ, ജില്ലാ സെക്രട്ടറി MA സലീം എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശിവപേരൂർ വൃത്താന്തത്തിന്റെ 20-ാം അധ്യായം ചേരൂർ സാഹിതിയിൽ നടന്നു. ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോർജ് അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് E. രാജൻ, സൈമൺ വേലൂക്കാരൻ, രാജലക്ഷ്മി മാനഴി, VF ബാബു, സുനിത വിൽസൺ എന്നിവർ വിവിധ ചരിത്ര വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. നോവലിസ്റ്റ് K. രഘുനാഥൻ, MD രത്നമ്മ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. ഒരു
പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന പാരമ്പര്യവുമായി തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന PKS കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റിന്റെ തൃശൂർ ശാഖയിൽ ഇനി ബുഫേ ബ്രേക്ക്ഫാസ്റ്റ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം ആലിയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിച്ചൺ തലശ്ശേരി റെസ്റ്റോറന്റിൽ 4 തരം ബ്രെഡുകൾ, വെജ് ആൻഡ് നോൺ വെജ് കറികൾ, ജ്യൂസ്, ടീ ആൻഡ് കോഫി ഉൾപ്പെടുന്ന ഒരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് വെറും 199 രൂപയ്ക്കാണ് ഭക്ഷ്യപ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ 11 വരെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ലഭ്യമാകും. കൂടാതെ തലശ്ശേരിയുടെ സ്പെഷ്യൽ രുചി വൈവിധ്യങ്ങളായ മന്തി, ബിരിയാണി, അൽഫാം, ചൈനീസ്, അറബിക് സ്പെഷ്യൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തുടങ്ങിയവ ഭക്ഷണപ്രിയർക്ക് തൃശൂരിലെ കിച്ചൺ തലശ്ശേരിയിൽ നിന്ന് ആസ്വദിക്കാം. ഇതിനു പുറമെ ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേ സെലിബ്രേഷൻസ്, മറ്റ് ഇവന്റ്സ് തുടങ്ങിയവ നടത്താനുള്ള 70 സീറ്റിംഗ് കപ്പാസിറ്റിയോടെയുള്ള നവീന രീതിയിലുള്ള പാർട്ടി ഹാൾ ഇവിടെ വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഡർ ബുക്കിംഗിനും മറ്റു വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പർ 7204474694. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്നാലെയാണ് രാജി. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചുമതല. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ ചർച്ച സജീവം. വിധി പുനഃപരിശോധിക്കണമെന്ന് രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ. കോടതി വിധി നടപ്പിലാക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി. വെടിക്കെട്ട് നടത്തിപ്പ് ചട്ടങ്ങൾ കർശനമാക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ ഉത്സവ കമ്മിറ്റികൾക്കെതിരെയും നടപടി വേണമെന്ന് കമ്മീഷണർ ഹൈക്കോടതിയിൽ. കൊറിയർ വഴി വിദ്യാർത്ഥികൾക്ക് മാരകലഹരി വസ്തുക്കൾ അയക്കുന്ന സംഘം പോലീസ് പിടിയിൽ. നെടുപുഴ സ്വദേശി വിഷ്ണു, അസം സ്വദേശി പ്രജ്വൽ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്ത സംഭവത്തിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ. ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനവും ബോധവൽക്കരണവും നൽകണമെന്ന് RTOക്ക് കളക്ടറുടെ നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ കണ്ണടച്ചു. മേഖലയിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ കണ്ടെത്തുന്നത് പോലീസിന് വെല്ലുവിളിയായി മാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.